ഒരു വണ്ടർ കിഡാണ് എൻ്റെ കൂടെയുള്ളത്, അനശ്വർ രാജ്. അനശ്വർ രാജ് എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ കുറച്ചുകൂടി അവനെ വിശേഷിപ്പിക്കുക എൻട്രൻസ് റാങ്കുകളുടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് എന്ന്. ഇപ്പൊ IIT ബോംബെയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ എൻട്രൻസ് റാങ്കുകളുടെ ഹൈപ്പർ മാർക്കറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലാക്കി തരാം. അനശ്വർ, ഹായ്, ഒരു ഹായ് കൊടുത്തോളൂ. ഹലോ. ഹലോ. അപ്പോ എന്താണ് മോന്റെ JEE മെയിൻ്റെ പെർസെന്റേജ്? 99.74. ഓക്കെ. ദെൻ JEE അഡ്വാൻസ്ഡ് റാങ്ക് 7,800 സംതിങ്. ഓക്കെ. കീം റാങ്ക് 53. ഓക്കെ. അപ്പം എഞ്ചിനീയറിംഗിന് മാത്രമല്ല പുള്ളിക്കൊക്കെ മെഡിക്കലിനും പിടിയുണ്ട്, നോക്കിക്കോളൂ. അപ്പൊ നീറ്റിന്റെ സ്കോർ എത്രയാ? 638. ഓൾമോസ്റ്റ് 640 അഡ്മിഷൻ കിട്ടുന്ന ഒരു സ്കോറാണ് അല്ലെ? അപ്പൊ ശ്രദ്ധിക്കുക. അപ്പം അനശ്വർ രാജ് +2 കഴിഞ്ഞ സമയത്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, മെഡിക്കൽ കോളേജ് വിളിക്കുകയാണ് അനശ്വര ഇങ്ങുക, IIT വിളിക്കുകയാണ് അനശ്വര ഇങ്ങുക, NIT വിളിക്കുകയാണ് അതിന്. ഓക്കെ. കീമിന്റെ കോളേജുകൾ വിളിക്കുകയാണ് അനശ്വര ഇങ്ങോട്ടേക്ക്. അവസാനം അനശ്വർ എത്തിപ്പെട്ടത് IIT ബോംബെയിലാണ്. ബ്രാഞ്ച് ഏതാണ്? എനർജി സയൻസ് ആൻഡ് എഞ്ചിനീയർ അല്ലെ? അപ്പം സൈലത്തില് ഇന്റഗ്രേറ്റഡ് സ്കൂളില് തൃശ്ശൂരുള്ള വിജയഗിരി ക്യാമ്പസിൽ 2 വർഷം ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിച്ച ആണ് അനശ്വർ ഈ റാങ്കുകളൊക്കെ സ്വന്തമാക്കിയിരിക്കുന്നത് അല്ലെ? അനശ്വർ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ. അനശ്വർ എങ്ങനെയുണ്ട് കോളേജ് ലൈഫൊക്കെ? കോളേജ് ലൈഫ് ബെസ്റ്റ്, ലൈക്ക് ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് കോളേജ് അല്ലേ? ലൈഫിനെ കുറിച്ച് നമുക്കൊന്നും പേടിക്കാനില്ല. ലൈക്ക് എല്ലാം ഉണ്ട്. നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും അവിടെ ഉണ്ട്. പറഞ്ഞാൽ ലൈക്ക് റിസർച്ച് ആണെങ്കിൽ റിസർച്ചിന്, ലൈക്ക് നമ്മൾ ഇനി അക്കാഡമിക്സായി പോകണമെങ്കിൽ അക്കാഡമിക്സിന് എല്ലാം ഉണ്ട്. ഇപ്പൊ എന്റെ ഹോസ്റ്റലിൽ പറയുകയാണെങ്കിൽ ഫുഡും കുഴപ്പമില്ല. ലൈക്ക് നമ്മളെ സാധാരണ കോളേജിനൊക്കെ ഫുഡ് അടിപൊളി തന്നെയാണ്. പിന്നെ ഹോസ്റ്റലില് പുതിയ ഹോസ്റ്റലാണ്, അടുത്തുണ്ടാക്കിയ ഹോസ്റ്റലാണ്. അപ്പൊ എത്രാമത്തെ നിലയിലായിരുന്നു? അതാണ് ഏറ്റവും പ്രശ്നം. 10ാം നിലയിലാ. ലിഫ്റ്റിന് കാത്തു നിന്ന് ഇറങ്ങാനും കാത്തിക്കണം, കയറാനും കാത്തിക്കണം. അതാണ് ഏറ്റവും പ്രശ്നം. അപ്പൊ അത്രയും വലിയൊരു ഹോസ്റ്റലിലാണ് അനശ്വർ താമസിക്കുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ. അപ്പൊ പിന്നെ എന്തായിരുന്നു IIT എത്താനുള്ള മോട്ടിവേഷൻ? എന്തായിരുന്നു IIT എത്താൻ? എനിക്ക് ലൈക്ക് 10th വരുന്ന അധികം ഒരു ഇതുണ്ട്. ലൈക്ക് ഞാൻ എല്ലാവരും ഇപ്പൊ അങ്ങനെ 10th വരുന്ന നമ്മൾ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അത്രേ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം ക്ലാസ് സ്കൂളിൽ പഠിക്കുന്നു, പ്രത്യേക ലക്ഷ്യമൊന്നും ഉണ്ടായില്ല. പിന്നെ അങ്ങനെ അമ്മയൊക്കെ പറഞ്ഞു, അമ്മ പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഇതൊക്കെ കുറച്ച് അറിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അമ്മയാണ് എനിക്ക് ഒരു ഇത് പറഞ്ഞു, ആദ്യം പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെ ഇവിടുത്തെ VPS എൻട്രൻസ് വിജയഗിരി പബ്ലിക്, അതായത് VET അല്ലെ, വിജയഗിരി എൻട്രൻസ് ടെസ്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ എഴുതി അതിൽ എനിക്കൊരു കുഴപ്പമില്ല ഇത് കിട്ടി. എന്നിട്ട് അപ്പൊ എന്റെ കൂടെയുള്ള കുറച്ച് ഫ്രണ്ട്സും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് VPS. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി വന്നു. ഞാൻ JEE എടുത്തു. നീറ്റിന് എനിക്ക് പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നു. എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ്, വേറെ കുഴപ്പമില്ല. അതായത് എഞ്ചിനീയറിംഗിനോടാണ് കുട്ടിക്ക് താല്പര്യം അല്ലേ? അതുകൊണ്ട് അത്ര അറിയുന്നുണ്ടെന്നില്ല, എന്നാലും എഞ്ചിനീയറിംഗ്. പിന്നെ ബെസ്റ്റ് എല്ലാവരും എഞ്ചിനീയറിംഗ് ഫസ്റ്റ് പറയുമ്പോ തന്നെ എല്ലാവരും പോവാ IIT ബോംബെ CS. ഇപ്പൊ ഏത് JEE കുട്ടികളോട് വെച്ചാലും അവര് ഫസ്റ്റ് പറയും IIT ബോംബെ CS. ഏതൊരു എഞ്ചിനീയറിംഗ് ആസ്പിറന്റിന്റെയും സ്വപ്ന ക്യാമ്പസ് ആണ് IIT ബോംബെ. ബ്രാഞ്ച് വെക്കുന്ന CS. ഓക്കെ. ഇപ്പൊ മോനേതാ ബ്രാഞ്ച്? എനർജി സയൻസ്. അപ്പൊ എനർജി സയൻസ് എടുക്കാൻ എന്തെങ്കിലും ഇൻട്രസ്റ്റോ റീസൺ എന്തെങ്കിലും? ലൈക്ക് എനിക്ക് ഇലക്ട്രിക്കലിനോട് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ എനർജി സയൻസ് ഇപ്പൊ ഒരു നല്ല ഡെവലപ്പായി വരുന്ന നല്ല കോഴ്സാണ്. എല്ലാവർക്കും ലൈക്ക് കുറെ ക്യാമ്പസിൽ ഇപ്പൊ തുടങ്ങുന്നുള്ളൂ. IIT ഡൽഹി കുറച്ച് മുമ്പേ ഉണ്ട്, പക്ഷെ ഇപ്പോൾ എല്ലായിടത്തും ഡെവലപ്മെന്റ്. ഇപ്പൊ IIT ഡൽഹിയുടെ പുതിയ ക്യാമ്പസ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിൽ പോലും അവര് CS-ഉം എനർജി മാത്രമേ വെച്ചുള്ളൂ, വേറെ ഇതും വെച്ചില്ല. അതായത് എനർജി എന്ന് പറഞ്ഞാൽ ഇനി വരാൻ വലിയൊരു സ്കോപ്പ് വരാൻ വേണ്ടി പോകുന്ന ബ്രാഞ്ച്. ഇലക്ട്രിക്കലിനായിട്ടും മെക്കാനിക്കൽ എല്ലാവരുമായിട്ടും ഒരു കൊളാബല്ല, എല്ലാത്തിന്റെയും ഒരു കൊളാബറേഷൻ പോലത്തെ ഒരു ബ്രാഞ്ച്. കെമിക്കലും ഉണ്ട് എല്ലാവരും. ഓക്കെ. അപ്പൊ +1 +2 എൻട്രൻസ് പ്രിപ്പറേഷൻ പഠിച്ചല്ലേ? അപ്പൊ ഈ +1 +2 അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോർഡ് എക്സാമിന് പഠിക്കണം അല്ലെ, അതേപോലെ എൻട്രൻസ് എക്സാമിന് പഠിക്കണം. ഓക്കെ. അതെങ്ങനെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയത്? ബോർഡ് എക്സാമിനും എൻട്രൻസ് എക്സാമിനും വേറെ പഠിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ലൈക്ക് മാത്സ് ഒക്കെ എൻട്രൻസ് എക്സാമിന് പഠിച്ച ബോർഡ് എക്സാമിന് ഒന്നുമില്ല എനിക്ക്. അതത്രേ ഉള്ളൂ. അത് ആർക്കും അങ്ങനെയാണ്. ബിക്കോസ് ബോർഡ് എക്സാം ഈസ് ജസ്റ്റ് എ സബ്സെറ്റ് ഓഫ് ബയോ. പിന്നെ ബയോളജി ആണ്, ബയോളജി ഇംഗ്ലീഷ് പിന്നെ ഓക്കെ ഇരുന്നു. ജസ്റ്റ് A+. ഫുൾ A+ ഉണ്ട്. പിന്നെ ബയോ പിന്നെ എന്റെ ഫാക്കൽറ്റി, ഞങ്ങൾക്ക് എൻട്രൻസ് കോച്ചിങ് ഫാക്കൽറ്റി ആയിരുന്നല്ലോ ബയോ എടുത്തത്, അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. അമ്പിളി മിസ്സും ആശാ മിസ്സും ഒക്കെ ആയിരുന്നു. ബെസ്റ്റ് ടീച്ചേഴ്സ് ആണ് ഫാക്കൽറ്റി. ഞങ്ങൾക്ക് ഇപ്പോ വേറെ ചേരുന്ന പോലെ ലൈക്ക് ബയോളജിക്ക് അവിടുത്തെ ടീച്ചേഴ്സിന് ഇട്ടില്ല, ഇവിടുത്തെ എൻട്രൻസ് ടീച്ചേഴ്സിന് തന്നെ ഫാക്കൽറ്റി ഇട്ടത്. അത് ബെസ്റ്റ് ഓപ്ഷൻ. അതായത് JEE ബാച്ച് ആയിരുന്നിട്ട് കൂടി ബയോളജിക്ക് കൂടി ആ ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ
എന്തെന്നെയാണ് ഇട്ടിരിക്കുന്നത് സൈലം, അതായത് എൻട്രൻസ് ഫാക്കൾട്ടീസിനാണ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് അല്ലെ. എങ്ങനെയായിരുന്നു ബാക്കി അവിടുത്തെ വിജയഗിരി പബ്ലിക് സ്കൂളിലെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? വിജയഗിരിയിലേക്ക് എനിക്ക് എൻ്റെ ഒരു മനസ്സിന് ഇരിക്കും പോയില്ല, അത്രയും ലൈക്ക് എൻ്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്ത സ്കൂളാണ് വിജയഗിരി. അതായത് അനശ്വരാക്കി മാറ്റിയത് വിജയഗിരി സ്കൂളാണ്. വിജയഗിരി സ്കൂളും പിന്നെ സൈലമാണ് അവിടുത്തെ ഇൻഡിക്കേറ്റ് ഉണ്ടായിരുന്നത്. അവിടെ ബെസ്റ്റ് ടീച്ചേഴ്സിനെയാണ് അവർ ഫസ്റ്റ് തൊട്ടേ വെച്ചത്. പക്ഷെ ഫസ്റ്റ് ഇയർ എനിക്ക് കുറച്ച് എൻ്റെ കുഴപ്പം കൊണ്ട് എനിക്ക് അത്ര ഇതുണ്ടായില്ല. സെക്കൻഡ് ഇയർ അത് ലൈക്ക് പിന്നെയും കുറച്ചും കൂടി ടീമിനെ മാറ്റി ബെസ്റ്റ് ടീച്ചേഴ്സ് ആയിരുന്നു എല്ലാവരും. പറഞ്ഞ കെമിസ്ട്രിക്ക് അജയ് സാറ്, മാത്സിന് ആൻഡ്രൂ സാറ്, ഫിസിക്സിന് ഷിബ്ലി സാറ്, ബയോളജിക്ക് അമ്പിളി മിസ്, പിന്നെ കോർഡിനേറ്റേഴ്സും എല്ലാവരും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. അപ്പൊ അനശ്വരി ഇപ്പൊ IIT ബോംബെയിലാണ് പഠിക്കുന്നത് അല്ലെ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ക്യാമ്പസ് ആണ്. പക്ഷെ അനശ്വരി പഠിച്ചിരിക്കുന്നത് +1 +2 അല്ലെ. ഒന്നു മുതൽ എവിടെ പഠിച്ചിരിക്കുന്നത്? അത് മലപ്പുറത്തായിരുന്നു അല്ലെ. അപ്പൊ +1 +2 പഠിച്ചിരിക്കുന്നത് എവിടെയാണ്? വിജയഗിരി പബ്ലിക് സ്കൂൾ. വിജയഗിരി പബ്ലിക് സ്കൂൾ അല്ലെങ്കിൽ VPS എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം അതെന്താണ്, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമ്പസ്, നല്ല നാച്ചുറൽ ഫ്രണ്ട്ലി ക്യാമ്പസ് ആണ് അല്ലെ. ഭയങ്കര കാം ആയിട്ടുള്ള, ഭയങ്കര ക്വയറ്റ് ആയിട്ടുള്ള, നല്ല പഠനത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ക്യാമ്പസ് ആണ് അല്ലെ. അപ്പൊ എങ്ങനെയായിരുന്നു ആ ക്യാമ്പസിന്റെ അറ്റ്മോസ്ഫിയർ പിന്നെ അനശ്വരനെ സഹായിച്ചത്? വിജയഗിരി ലൈക്ക് ഇന്ന് എൻ്റെ നല്ലൊരു ഓർമ്മയാണ്. വിജയഗിരി ക്യാമ്പസ് പറയുന്ന അവിടെ നമുക്ക് പഠിക്കാൻ തന്നെ തോന്നും, ലൈക്ക് അവിടെ പോയിരുന്നാൽ തന്നെ. ലൈക്ക് അത്രയും കാമിങ് ഫ്രണ്ട്ലി, ലൈക്ക് ഫുൾ ഗ്രീനറി നിറഞ്ഞ ക്യാമ്പസ് ആണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു, അനശ്വര തൊട്ട് മുമ്പത്തെ ബാച്ചിൽ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എല്ലാ സപ്പോർട്ടിങ് നമുക്കുണ്ട്. ലൈബ്രറി ലൈക്ക് എല്ലാ എൻട്രൻസ് ബുക്കുകളും ഉള്ള മോക്ക് ടെസ്റ്റും മോക്ക് പേപ്പേഴ്സും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുള്ള എല്ലാ ബുക്കുകളൊക്കെ ലൈബ്രറി ഉണ്ട്. നമുക്ക് എപ്പോൾ പോയി എടുക്കാം. പിന്നെ അവിടുത്തെ ലാബ് ഫാക്കൽറ്റീസ് ലൈക്ക് അത് സ്കൂൾ ഫാക്കൽറ്റീസ് ആണ് അവിടെ ലാബിന്. അവർ അത്രയും സപ്പോർട്ടിങ് ആയിരുന്നു. ലാബിന് എന്ത് ഡൗട്ടോ ലൈക്ക് എപ്പോൾ അവർ റെക്കോർഡ് സബ്മിഷൻ അതിനൊക്കെ ലൈക്ക് അവർ അത്രയും സപ്പോർട്ടിങ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ വേറൊരു പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാല് ഡെയിലി രാവിലെ അസംബ്ലി ഉണ്ട്. ആ അസംബ്ലിയിൽ മോട്ടിവേഷൻസ് അല്ലേ, അതും സപ്പോർട്ടിങ് ആയിരുന്നു അല്ലേ. ആ അസംബ്ലിയിൽ ലൈക്ക് മൂന്ന് റിലീജിയന്റെ സ്ലോഗൻസ് പാടിയിട്ട് അതിന്റെ പിന്നെ പാടിയിട്ട് ലൈക്ക് പിന്നെ നമ്മൾ പ്ലെഡ്ജ് ഉണ്ടാവും. എനിക്ക് ഏറ്റവും മോട്ടിവേറ്റ് തോന്നി ഞാൻ എവിടെ ഇങ്ങനെ കണ്ടില്ല, ഈ 3 റിലീജിയന്റെ സ്ലോഗൻസ് പാടുന്നുണ്ട്. അതൊരു ബെസ്റ്റ് ആയിരുന്നു. നല്ല. അപ്പം ബുക്സിന്റെ റെഫറൻസിനെ കുറിച്ച് അല്ലെ. അപ്പൊ എങ്ങനെയായിരുന്നു സൈലത്തിന്റെ മെറ്റീരിയൽ അനശ്വരനെ സഹായിച്ചുകൊണ്ടിരുന്നത്? സൈലത്തിന്റെ മെറ്റീരിയൽ ലൈക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് മെറ്റീരിയൽ ഞാൻ കണ്ടതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മെറ്റീരിയൽസ് ആണ്. ലൈക്ക് ഞാൻ എവിടെയും കാണാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ലൈക്ക് ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആവും, ലൈക്ക് ഒരു ടോപ്പിക് ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ. പക്ഷെ ആ മോഡൽ ഞാൻ എവിടെയും കണ്ടില്ല. അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് വെച്ച് LMRP കൊണ്ട് ഭയങ്കര ഉപയോഗമുണ്ട്. ലൈക്ക് ലാസ്റ്റ് നമുക്കൊരു വേഗത്തിലെല്ലാം ഓടിച്ചു നോക്കാൻ ഒരു ടൈം കിട്ടി LMRP. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു അല്ലെ. അതോടൊപ്പം തന്നെ അനശ്വർ എന്തായാലും മറ്റു ബുക്കുകളെ റെഫർ ചെയ്തൊരു ബുക്കായിരിക്കും അല്ലെ. അല്ലാതെ അപ്പം ആ ബുക്കുകളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു സൈലത്തിന്റെ മെറ്റീരിയൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നു? ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് എനിക്ക് ലൈക്ക് ഈ ക്വസ്റ്റ്യൻ ഞാൻ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും വലിയ ഏതെങ്കിലും ബുക്കിൽ കണ്ടതാവും, പക്ഷെ ആ ക്വസ്റ്റ്യൻസ് ഇതിലുണ്ടാവും. ഞാൻ ഫിസിക്സിന് ഉപയോഗിച്ച DC പാണ്ഡ്യായിരുന്നു. HC വർമ്മ നോക്കിയിട്ടുണ്ട്, പക്ഷെ അത് പറ്റിയില്ല. DC പാണ്ഡ്യായിരുന്നു. പിന്നെ കെമിസ്ട്രിക്ക് OP ടെൻഡൻസിന്റെ ബുക്കുകളും, പിന്നെ മാത്സിന് RD ശർമ്മ ആയിരുന്നു അങ്ങനെ. പക്ഷെ മാത്സിന് ഞാൻ കൂടുതൽ ഉപയോഗിച്ചത് സൈലത്തിന്റെ ബുക്കായിരുന്നു. അതിൽ കുറച്ചും കൂടി സിംപ്ലിഫൈഡ് എനിക്ക് തോന്നി. സൈലത്തിന്റെ മെറ്റീരിയൽ ആണല്ലേ പറഞ്ഞ ഇതൊക്കെ പേര് കേട്ട മെറ്റീരിയൽ ആണ്, ബ്രാൻഡഡ് മെറ്റീരിയൽ. അപ്പൊ അതും കമ്പയർ ചെയ്യുന്ന സമയത്ത് അനശ്വർ പറയുന്നത് കൂടുതൽ ബെറ്റർ ആയിട്ട്. പിന്നെ വാട്ട് അബൌട്ട് ഇപ്പൊ മോക്ക് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ. ഇപ്പൊ നമ്മൾ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ തന്നിട്ടുണ്ട്, ഇപ്പോഴും മോക്ക് ടെസ്റ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് മോക്ക് ടെസ്റ്റുകൾ, അത് ഏറ്റവും ഇഷ്ടപ്പെട്ട മോക്ക് ടെസ്റ്റുകൾ ഏതായിരുന്നു? അതായത് ഒരുപാട് സീരീസുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു GIBs ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയതുകൊണ്ട് GIB തന്നെ. ലൈക്ക് ഇന്ത്യ ഗ്രേറ്റസ്റ്റ് ബാറ്റിൽ അങ്ങനെ ലൈക്ക് അത് ലൈക്ക് എവിടെയും നമുക്ക് പുതിയതായി കുറെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റി. അത് പിന്നെ സോൾവ് ചെയ്യാനും ടീച്ചേഴ്സ് അത്രയും സഹായിക്കും. ലൈക്ക് നമ്മൾ തെറ്റിയാലും അവരെപ്പോൾ പോയി ചോദിച്ചാലും ടീച്ചേഴ്സ് അപ്പോൾ സോൾവ് ചെയ്തു തരും. ലൈക്ക് സോൾവ് ചെയ്താൽ അല്ലെങ്കിൽ അവർ കിട്ടിയില്ലെങ്കിലും അവർ പറയും ഞങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ എന്ത് വന്ന് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ അവർ പിന്നെ അങ്ങോട്ട് വന്ന് പറഞ്ഞു തരും ലൈക്ക് സൊല്യൂഷൻ. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ടീച്ചേഴ്സ് ഭയങ്കര നമ്മുടെ ടീച്ചേഴ്സിന് എത്ര മാർക്ക് കൊടുക്കും? അതായത് നമ്മുടെ IIT പ്രിപ്പറേഷനിൽ 10 out of 10 ഞാൻ പറയുകയാണെങ്കിൽ ലൈക്ക് 100 out of 10. 100 out of 10. ഞാൻ പെട്ടെന്ന് വേറെ തിരിച്ചു പെട്ടെന്ന് മനസ്സിലായി. ഓക്കെ, അതായത് സൈലത്തിലെ ടീച്ചേഴ്സ്, സൈലത്തിന്റെ അതേപോലെ തന്നെ സിസ്റ്റം ഒക്കെ അനശ്വരനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നാണ്
അനശ്വരന്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. നമുക്ക് അവസാനം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഒരുപാട് കുട്ടികൾ ഇപ്പൊ പഠിക്കുന്നുണ്ട് അല്ലെ. ചില ആൾക്കാരൊക്കെ ഈ സമയത്ത് അനശ്വരനെ അറിയാം, എനർജി ഡൗൺ ആയിട്ടുണ്ടാവും, ചിലപ്പോൾ കോൺഫിഡൻസ് പോയിട്ടുണ്ടാവും, പഠനം പാതി വഴിക്ക് ബ്രേക്ക് ആയി നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അവർക്കൊക്കെ നമുക്ക് മോട്ടിവേഷൻ കൊടുക്കണം. ഓക്കെ, അത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അനശ്വരന്റെ ബോംബെ IIT ബോംബെയുടെ ലൈഫ് പറയുന്നത് അല്ലെ, അതൊന്നും കൂടി ഒന്ന് പറഞ്ഞു. ലൈഫ് പറയാൻ രാവിലെ തന്നെ രാത്രി എല്ലാവരും അവിടെ പഠിത്തം എല്ലാ രാത്രിയാണ്, ഫുൾ നൈറ്റ് ലൈഫാണ് ബോംബെ. രാവിലെ എല്ലാവരും ചിലപ്പോൾ ക്ലാസ്സിന് പോവാണ്ട് ഉറങ്ങാറും. ഞാൻ പോവാറുണ്ട് ഫസ്റ്റ് ഒക്കെ, പിന്നെ കുഴപ്പം തുടങ്ങി. അങ്ങനെ ശരിക്കും ടൈറ്റ് ഷെഡ്യൂൾ പറയുകയാണെങ്കിൽ രാവിലെ എണീക്കും. 8:30 തൊട്ട് ക്ലാസ് ആവും. അപ്പോൾ 7 എണീറ്റ് വേഗം കുളിക്കാറ് ചിലപ്പോൾ, പിന്നെ എന്നിട്ട് എന്താണ് ഫുഡ് കഴിച്ച് മെസ്സിൽ പോയി ഫുഡ് കഴിക്കും, ബാഗ് എടുത്ത് പോകും, എന്നിട്ട് നേരെ ക്ലാസ്സിലേക്ക് പോകുന്നത് ഫുള്ള് സൈക്കിൾ മേലെ നടക്കാൻ കുറച്ച് ദൂരമുണ്ട്. അതായത് നമുക്ക് ദൂരമുണ്ട്, സൈക്കിൾ യൂസ് ചെയ്തിട്ട് നടക്കാനും പറ്റും, കുറച്ച് ടൈം എടുക്കും. ക്ലാസ് റൂം പിന്നെ LH അങ്ങനെ കുറേ പേര്, ഭയങ്കര വലിയ ക്ലാസ് റൂം. അല്ലെങ്കിൽ ഇതുവരെ അങ്ങനെ വലിയ ക്ലാസ് റൂം ഇരുന്നിട്ടില്ല, എന്നാലും ഫുള്ള് വെന്റിലേറ്റഡ് അങ്ങനത്തെ ക്ലാസ് റൂം, ബെസ്റ്റ് ക്ലാസ് റൂം. പ്രൊഫസേഴ്സ് ആണെങ്കിൽ ബെസ്റ്റ്. നമ്മൾ വിചാരിക്കും പ്രൊഫസേഴ്സ് ഭയങ്കര ടൈറ്റ് ആണ്, അവരൊന്നും ഫ്രണ്ട്ലി അല്ല, എന്നാലും ഫ്രണ്ട്ലി ആയ പ്രൊഫസേഴ്സും ഉണ്ട്. ഫ്രണ്ട്ലി ആയ പ്രൊഫസർ കെമിസ്ട്രിക്ക് ഭയങ്കര ഫ്രണ്ട്ലി പ്രൊഫസേഴ്സ് ആയിരുന്നു. പിന്നെ നമുക്ക് എന്ത് ഡൗട്ട് പോയാൽ ഡൗട്ട് ക്ലിയർ സെഷനും ട്യൂട്ടോറിയൽ സെഷനും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ സെഷൻ അങ്ങനെ എല്ലാ ഉണ്ട്. പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാൻ പിന്നെയും വരും. അത് കഴിഞ്ഞിട്ട് ലാബുകൾ ഉണ്ടാവും, കെമിസ്ട്രി ലാബ്, പിന്നെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ലാബ്, അങ്ങനെയൊക്കെ. അതിനൊക്കെ പോയി ലാസ്റ്റ് വരുമ്പോഴേക്കും കുറേ ക്ഷീണിക്കും. പിന്നെ കളിക്കാൻ പോവുക, പിന്നെ ഓരോ ക്ലബ്ബുകൾ, എന്നും ക്ലബ്ബുകളുടെ മീറ്റിങ്ങുകളും ക്ലബ്ബുകളുടെ ഓരോ പരിപാടികളാവും. അത് അടിപൊളി ക്ലബ്സിലേക്ക് എല്ലാ ക്ലബ്ബുകളും ഉണ്ട്, മൂൺലാൻഡർ ക്ലബ്ബ്, അങ്ങനെ ഓരോ ക്ലബ്ബുകളും. നമുക്ക് ഇഷ്ടമുള്ളതിനൊക്കെ പ്രാവശ്യം എല്ലാത്തിൻ്റെയും മീറ്റിംഗ് പോവാം, നമുക്ക് ഇഷ്ടപ്പെട്ടതിന് ചേരാം അടുത്ത കൊല്ലം. അങ്ങനെയാണ്. സെക്കൻഡ് ഇയറിലാണ് തൊട്ടാണ് ക്ലബ് മെമ്പർഷിപ്പ് കിട്ടുക. പിന്നെ എന്നിട്ട് രാത്രി കളിക്കാൻ പോവാ. വലിയ ടർഫ് വലിയ ജിംഖാന ഗ്രൗണ്ട് ഭയങ്കര വലുതാണ്. ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോളൊക്കെ വലിയ, ഇത് മൂന്നിന് കൂടിയുള്ള വലിയ ഗ്രൗണ്ടാണ്. ബാസ്കറ്റ് ബോളിനൊക്കെ 5-6 കോർട്ടും വോളിബോളിന് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ബെസ്റ്റ് ലൈഫ് കിട്ടുകയാണെങ്കിൽ ബെസ്റ്റ് ലൈഫ്. 4 കൊല്ലം അടിച്ചു പൊളിക്കാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ എനർജി ഡൗൺ ആവുന്നുണ്ടെങ്കിൽ, എപ്പോഴൊക്കെ ഞാൻ എന്തിനാണ് പഠിക്കുന്നതെന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ, എപ്പോഴൊക്കെ എനിക്ക് ഇത് വേണോ എന്ന് ആലോചിക്കുന്ന സമയത്ത് അനശ്വരന്റെ ഈ ലൈഫിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക അല്ലെ. അടുത്ത വർഷം ഇതേപോലെ IIT ബോംബെയിൽ നിങ്ങൾ അനശ്വരന്റെ ജൂനിയർ ആയിട്ട് അവിടെ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുകയാണ്. താങ്ക് യു അനശ്വർ. താങ്ക് യു.